സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 73ാമത് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ 2ാം റീച്ചിൽ പൊന്നാനിക്കും കുറ്റിപ്പുറത്തിനുമിടയിലുള്ള പ്രദേശമാണ് നിലവിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാപ്പിരിക്കാട് മുതൽ പന്തേപാലം വരെയുള്ള വീഡിയോ ആണ് ഇതിനകം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പന്തേപാലം അണ്ടർപാസ് മുതൽ മിനി പമ്പ വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പന്തേപാലം അണ്ടർപാസിന്റെ നിർമ്മാണം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിന്റെ ഉപരിതല കോൺക്രീറ്റ് വർക്കുകളും ഏതാണ്ട് പൂർത്തിയായി. അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇരുവശങ്ങളിലേക്കുമുള്ള അപ്രോച്ച് റോഡ് ഉയർത്തുന്നതിനാവശ്യമായ പാർശ്വഭിത്തികൾ ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമികമായി ആരംഭിച്ചു എന്ന് പറയാം. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഡ്രൈനേജ് ലൈനിൻ്റെയും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ലൈനിൻ്റെയും ഒക്കെ പ്രവൃത്തികൾ, കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നതായി കാണാൻ പറ്റും. പന്തേപാലം അണ്ടർപാസ് പിന്നിട്ട് അല്പം മുന്നോട്ട് പോകുന്നതോടുകൂടി ദേശീയപാതയിൽ പൂർണ്ണമായും 1ാം ഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച വീതിയേറിയ പ്രദേശം നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഒരു പക്ഷേ കാണുമ്പോൾ റോഡിന്റെ വീതി വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയില്ല എങ്കിലും നിലവിൽ 3 വരി ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഒരു വശത്തേക്കുള്ള റോഡ്, അതടിസ്ഥാനത്തിൽ 2 വശങ്ങളിലേക്കുമായി 6 വരി ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറത്തിനും പൊന്നാനിക്കും ഇടയിലുള്ള പ്രദേശത്ത് സർവീസ് റോഡ് താരതമ്യേന മറ്റു പ്രദേശങ്ങളെ പോലെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അവിടങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ചില അണ്ടർപാസുകൾക്ക് അനുബന്ധമായ പ്രദേശങ്ങളിൽ അല്ലാതെ മുഴുനീള അവിടങ്ങളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മളെത്തുന്നത് അയങ്കലം പ്രദേശത്താണ്. അയങ്കലം പ്രദേശത്ത് എത്തുന്നതോടുകൂടി വീതി കൂടിയ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഏതാണ്ട് അവസാനിച്ച് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയങ്കലം പ്രദേശത്തെത്തുമ്പോൾ അവിടെ അണ്ടർപാസിന്റെ പ്രവൃത്തികൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ ഉപരിതല കോൺക്രീറ്റ് പ്രവൃത്തികൾ, അതിന്റെ ഗ്രേഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ്, പൊന്നാനി ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികളൊന്നും നടക്കുന്നതായി കാണുന്നില്ലെങ്കിലും കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ വളരെ വേഗതയിൽ തന്നെ നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. വലതുഭാഗം ചേർന്ന് വളരെ ഉയരത്തിലുള്ള ഭിത്തി നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് അത് അമർത്തുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ക്യാമറയിൽ കൃത്യമായി അതിൻ്റെ ഉയരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും ഏതാണ്ട് 3-4 മീറ്റർ ഉയരത്തിൽ നിലവിലവിടെ
ഒരു ഭാഗം ഉയർത്തിക്കൊണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കട്ട് ചെയ്ത് ഉയരങ്ങളിലുള്ള ഭൂമി കട്ട് ചെയ്ത് ഹൈക്കട്ട് സെക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പാർശ്വഭിത്തികളൊക്കെ പല സ്ഥലങ്ങളിലും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് ബലപ്പെടുത്തിയതായി നമുക്ക് അവിടങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പിന്നിട്ട് മുന്നോട്ട് പോകുന്നതോടുകൂടി ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എങ്കിലും മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ വീതി കൂട്ടൽ പ്രവൃത്തികളും ഹൈക്കട്ട് സെക്ഷനുകൾ കട്ട് ചെയ്തെടുക്കുന്ന പ്രവൃത്തികളും അതുപോലെ തന്നെ ഡ്രൈനേജ് ലൈൻ്റെയും യൂട്ടിലിറ്റി ലൈൻ്റെയും പ്രവൃത്തികളുമൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ വളവുകളൊക്കെ പരമാവധി നിവർത്തിയാണ് പുതിയ റോഡ് വരുന്നത്. ഹൈക്കട്ട് സെക്ഷനുകളൊക്കെ തന്നെ പാർശ്വഭിത്തികൾ ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്തതായി നമുക്ക് കൃത്യമായി വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് കുറ്റിപ്പുറം പാലം ആരംഭിക്കുന്ന മിനി പമ്പ പ്രദേശത്തേക്കാണ്. മിനി പമ്പയിൽ എത്തുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെയും തുടർന്നും പ്രദേശങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു പിന്തുണ അർപ്പിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സുകളിൽ കൃത്യമായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ പ്രേക്ഷകരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടന്റ് പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഒരു വെർച്വൽ യാത്രയിൽ നമ്മോടൊപ്പം കൂടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളിലേക്കും നാട്ടുകാരിലേക്കുമൊക്കെ ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോ കാണാറുള്ളത് എന്ന് നമുക്കറിയാം. എങ്കിലും നിങ്ങളിൽ സാധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും സ്മാർട്ട് ടിവിയിലോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിലോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ഓഫ് കേരളയുടെ ഏതെങ്കിലും 1-2 വീഡിയോ എങ്കിലും നിങ്ങൾ 4K റെസൊല്യൂഷനിൽ അത്തരം ബിഗ് സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി നമ്മുടെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളീയ കാഴ്ചകളുടെ ആകാശഭംഗി എത്രത്തോളമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അത്തരം വീഡിയോകൾ നമുക്ക് സഹായകമാകും. അതുകൊണ്ട് തന്നെ 4K റെസൊല്യൂഷനിൽ വലിയ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.